ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഹെയർ ബോ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഹെയർ ബോ. വീതി കൂടിയിട്ടുള്ള സാറ്റിൻ റിബൺ വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. സെൻറ്ററിൽ ഇതുപോലൊരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മേക്കിംഗ് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്. അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് 4 സെൻറ്റിമീറ്ററിൻ്റെ വീതിയിൽ വരുന്ന സാറ്റിൻ റിബണാണ് കേട്ടോ. അപ്പോൾ 3 ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നീളം വീതിയോ കൂടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇത് ചെറിയ പീസാണ് കേട്ടോ. അപ്പോൾ ഇത് 8 സെൻറ്റിമീറ്റർ വരുന്ന പീസാണ്. അറ്റങ്ങളൊക്കെ ഉരുക്കി കൊടുത്തിട്ടുള്ളതാണ്. രണ്ടറ്റം ഉരുക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. ചരിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒന്നുകൂടെ കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഫോൾഡ് ചെയ്യുക. അപ്പോൾ അറ്റങ്ങളൊക്കെ ഒരുപോലെ വരണം കേട്ടോ. കയറി ഇറങ്ങിയിരിക്കാതെ കറക്റ്റായിട്ട് വരണം. എന്നിട്ട് ഇതുപോലെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിനെ തുന്നിയെടുക്കാനായിട്ട് പോവാണ്. ഇപ്പോൾ സൂചി നൂല് എടുത്തിട്ടുണ്ട്. നൂലിൻ്റെ അറ്റം കെട്ടിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അറ്റം ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 4 സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓരോ സ്റ്റിച്ചിൻ്റെയും ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് ഒരേ അളവിലിരിക്കണം കേട്ടോ. അപ്പോൾ ഈ 4 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പുകളൊക്കെ ഒരേ അളവിലായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ തുന്നി കഴിഞ്ഞിട്ട് ഇത് വലിച്ചു കൊടുക്കുമ്പോൾ വരുന്ന ഞൊറിവുകളുണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. ഒന്ന് വലിയ ഞൊറിവും ഒന്ന് ചെറുതൊക്കെ ആയിട്ട് വരും. അപ്പോൾ ആ സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പുകളൊക്കെ ഒരേ ലെവലിലായിരിക്കണം. അപ്പോൾ 4 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. 4ാമത്തെ സ്റ്റിച്ച് കണ്ടില്ലേ, അതുപോലെ ആ ഒരു എൻഡിലായിട്ട് വേണം 4ാമത്തെ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ഭാഗവും അപ്പുറത്തെ ഭാഗം ഉണ്ടല്ലോ, അതും ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെയും അതുപോലെ തന്നെ 4 സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. നാലാമത്തെ സ്റ്റിച്ച് അറ്റത്ത് ആയിട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ തുമ്പത്തായിട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഇതുപോലെ കിട്ടും. പിന്നെ 2 ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് 2 ലെയറാണ് സെറ്റ് ചെയ്യുന്നത്. ഇത് മേൽഭാഗത്ത് വെക്കുന്ന ലെയറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 3 പെറ്റൽസാണ് നമ്മൾ തുന്നിയെടുക്കുന്നത്. ഇപ്പോൾ 2 ഞാൻ ഓൾറെഡി തുന്നി കഴിഞ്ഞിട്ടുള്ളതാണ്. 3ാമത്തേന് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ 3 പെറ്റൽസ് ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതിന് കെട്ടിട്ട് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഈ കെട്ട് കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗം. അവിടെ നമ്മളിതുപോലെ സൂചി കയറ്റി എടുക്കുകയാണ് കേട്ടോ. സൂചി ഇതുപോലെ കയറ്റി എടുത്തിട്ട് ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് ടൈറ്റ് ആവാനായിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ലതുപോലെ ടൈറ്റ് ആക്കി എടുക്കാം കേട്ടോ. നല്ലതുപോലെ വലിച്ചിട്ടുണ്ടെങ്കിൽ അത് ടൈറ്റായി കിട്ടും. എന്നിട്ട് നമ്മളിതുപോലെ പെറ്റൽസിൽ ഇതുപോലെ സൂചി കയറ്റി എടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കണം. ഇപ്പോൾ 2-3 കെട്ടിട്ട് കൊടുക്കാം കേട്ടോ, അഴിഞ്ഞു പോരാതിരിക്കാനായിട്ട്. അതുപോലെ തന്നെ നൂല് വലിച്ച് പിടിച്ചിട്ട് വേണം കെട്ടിടാനായിട്ട്, അല്ലെങ്കിൽ അത് ലൂസായി പോകും കേട്ടോ. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ലെയർ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ബാക്കി വരുന്ന നൂലിനെ കത്രിക യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒന്നുകൂടെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്, അഴിഞ്ഞു വരാതിരിക്കാനായിട്ടാണ്. നിർബന്ധമൊന്നുമില്ല. ബാക്കി വരുന്ന നല്ലതുപോലെ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ലെയർ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് താഴത്തെ ലെയറും കൂടെ ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ താഴത്തെ ലെയറിൽ നമ്മൾ 6 പീസാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 6 ഞാൻ അതുപോലെ തുന്നിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് തുന്നിയത് കാണിച്ചില്ലേ, അതേപോലെ തന്നെ 6 പീസും തുന്നിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ കെട്ടിട്ട് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ആ കെട്ട് കാണുന്ന ഭാഗം, അവിടെ ഇതുപോലെ സൂചി കയറ്റി കൊടുത്തിട്ട് നൂലിൽ നിന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ. ആദ്യം വലിച്ചതും ടൈറ്റാക്കി കൊടുക്കാം. സെൻറ്ററിലൊരു ഹോള് വരണം കേട്ടോ. ഇതേപോലെ ഇതുപോലെ കുറച്ച് ഹോള് ഉണ്ടാവണം. അത് നമ്മൾ ആദ്യത്തെ ചെറിയ ലെയർ ഉണ്ടല്ലോ, 3 പെറ്റൽസ് വെച്ചിട്ടുള്ള ലെയറില്ലേ, അത് വെക്കുമ്പോൾ ആ ഒരു ഹോൾ കവറായി കിട്ടും. ഇതുപോലെ വെക്കാനായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ടൈറ്റാക്കി കൊടുത്തിട്ട് നമ്മൾ ബാക്ക് ഭാഗത്തായിട്ട് ഇതുപോലെ ബാക്കിലായിട്ട് കെട്ടിട്ട് കൊടുക്കണം. ആദ്യത്തെ ലെയർ സെറ്റ് ചെയ്തില്ല, അതേപോലെ തന്നെ ഒരു പെറ്റൽ ഇതുപോലെ സൂചി കയറ്റി എടുത്തിട്ട് നൂലിൽ നല്ലതുപോലെ വലിച്ചു കൊടുക്കുക. ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ. ടൈറ്റാക്കിയതിന് ശേഷം മാത്രമേ കെട്ടിട്ട് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ 2-3 കെട്ടിട്ട് കൊടുക്കാം കേട്ടോ, അഴിഞ്ഞു വരാതിരിക്കാനായിട്ടാണ്. ബാക്കി വരുന്ന നൂല് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ താഴത്തെ ലെയറും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത പാർട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ നീളം വീതിയൊക്കെയാണ് സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ
അതിന്റെ സെന്ററിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കിട്ടണം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ലൈറ്റർ വെച്ചൊരു ചൂടാക്കി അങ്ങോട്ടൊരു ലൈൻ വീഴും. അപ്പോൾ ഇതുപോലെ ആ സെന്ററിലത്തെ ആ ലൈൻ ഉണ്ടല്ലോ അവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത പീസും അതേ നൂല് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നൂലോടെ കട്ട് ചെയ്യുന്നില്ല, അതേ നൂല് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വലിച്ചു കൊടുക്കുക. അപ്പോൾ അതുപോലെ ഞൊറിവുകളായിട്ട് കിട്ടും. 2 3 ചുറ്റിട്ട് കൊടുക്കാം കേട്ടോ. ടൈറ്റാക്കി പിടിച്ചിട്ട് വേണം, നൂലിലൊന്ന് വലിച്ചു കൊടുത്തിട്ട് വേണം അതുപോലെ ചുറ്റിയെടുക്കാനായിട്ട്. 2 3 ചുറ്റിട്ട് കൊടുത്തിട്ട് അതിന് ബാക്ക് സൈഡിലായിട്ട് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. 2 3 കെട്ടിട്ട് കൊടുക്കാം. ബാക്കി വരുന്ന നൂല് അതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഇനി അടുത്ത പാർട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ വേറൊരു പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ അളവൊക്കെ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം. ഇതുപോലെ ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് ചരിച്ച് വെട്ടി കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ 2 പീസും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടെയൊക്കെ ഇതുപോലെ ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കി കൊടുക്കണം കേട്ടോ. അപ്പൊ നൂലൊന്നും കൊണ്ട് പോരാതിരിക്കാനായിട്ടാണ് നമ്മൾ അങ്ങനെ ഉരുക്കി കൊടുക്കുന്നത്. അടുത്ത പീസും ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഉരുക്കിയെടുക്കാം കേട്ടോ. നമ്മളതിന്റെ സെന്ററിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പൊ അതിന് സെന്റർ കിട്ടാനായിട്ട് ഈ റിബണിനെ കറക്റ്റ് ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ലൈറ്റർ വെച്ചിട്ടൊന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. അപ്പൊ അതുപോലെ ലൈനായിട്ട് നമുക്ക് കിട്ടും. ഇപ്പൊ ഞാൻ ഇവിടെ 6 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അടുത്ത പീസും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ അതേ നൂലിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. മുമ്പ് ചെയ്ത പോലെ തന്നെ ഇതും ഒന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ. നൂലിനൊന്ന് പിടിച്ചിട്ടൊന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ അതുപോലെ ഞൊറിവുകളായിട്ട് കിട്ടും. എന്നിട്ട് ഒരു 2 3 ചുറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നൂല് വലിച്ചു പിടിച്ചിട്ട് വേണം അതുപോലെ ചുറ്റിട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ബാക്ക് സൈഡിലായിട്ട് കെട്ടിട്ട് കൊടുത്തിട്ട് നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു പാർട്ടും കൂടെ സെറ്റായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗത്ത് ഗ്ലൂ ചെയ്തിട്ട് ആ ഒരു പീസിനെ ഈ ഒരു പീസിനെ അതുപോലെ വെച്ച് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഫ്ലവറിന് അതുപോലെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ റൗണ്ട് ഉണ്ടല്ലോ ആ റൗണ്ടിൽ ഇതുപോലെ ഗ്ലൂ ചെയ്തിട്ട് ആ ചെറിയ ലെയറിനെ ഇതിൽ ഫിക്സ് ചെയ്ത് വെച്ചെടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് സെൻറ്ററിലായിട്ട് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവറും സെറ്റ് ആയിട്ടുണ്ട്. നമ്മളതിനെ ഹെയർ ബോയിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഹെയർ ബോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കത് സെറ്റാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിനാദ്യം ഈ ഒരു പീസ് ഉണ്ടല്ലോ നമ്മൾ ആദ്യം ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ള പീസ് അതുപോലെ ഹെയർ ബോയിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനതിനായിട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വെച്ച് നോക്കി നോക്കാട്ടെ. ഇത് ഭാഗത്ത് വെച്ച് നോക്കിയിട്ട് ആ ഭംഗിന്നൊക്കെ നോക്കുക. എന്നിട്ട് ആ ഭാഗത്ത് ഒന്ന് പെണ്ണോണ്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ചെറിയൊരു പീസ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഫിക്സ് ആയിട്ട് ഇരുന്നോളൂ. അപ്പോൾ താഴ്ഭാഗത്തുനിന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. ആ സെൻറ്ററിലായിട്ട് ഇതുപോലെ ആദ്യം ഗ്ലൂ വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ടൊന്ന് നമ്മൾ റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 3 ചുറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ചുറ്റൊക്കെ ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് ഇതിപ്പോൾ ഒന്ന് ഹെയർ പോകുന്നത് ആ ഒരു ഇത് ഫ്ലവറൊന്നും പോരാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ 2 ചുറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ ചുറ്റുന്ന എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ഗ്ലൂ ചെയ്തിട്ട് വേണം ചുറ്റും എടുക്കാനായിട്ട്. അപ്പോൾ കുറച്ചുകൂടെ ഫിക്സ് ആയിട്ട് ഇരുന്നോളൂ. നമ്മൾ പെരുന്നാളും തിരക്കൊക്കെ ആയത് കാരണമാണ് വീഡിയോ ഇടാൻ വൈകിയത് കേട്ടോ. അപ്പോൾ നമ്മളിനി കറക്റ്റായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ഡെയിലി ഉണ്ടാവില്ല, ഒന്ന് രണ്ട് ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. മാക്സിമം നമ്മൾ ഇടാനായിട്ട് ട്രൈ ചെയ്യും. അതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗം ലൈറ്റർ വെച്ച് ഉരുക്കിയിട്ട് ആ ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത ആ ഒരു എൻഡ് ഉണ്ടല്ലോ, അതും ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് ഈ ഒരു ഫ്ലവറിനെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കണം. അതേപോലെ ഫ്ലവറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഗ്ലൂ ചെയ്തിട്ട് ഇതിലിങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. കുറച്ച് നേരം അമർത്തി പിടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കറക്റ്റ് സെൻറ്ററിലായിട്ട് ആ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കാം കേട്ടോ. മാക്സിമം അതിന് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക ഫ്ലവർ. കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കുക കേട്ടോ. ഫ്ലവറിൻ്റെ ആ ഒരു സെൻറ്ററിൽ കാണുന്ന ഗ്യാപ്പ് ഇതുപോലെ സെൻറ്ററിൽ സ്റ്റോൺ വെച്ചെടുക്കുമ്പോൾ ആ ഗ്യാപ്പ് കവറായി കിട്ടിക്കോളൂ കേട്ടോ. ഇതുപോലെ സ്റ്റോൺ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഹെയർ ബോ. നല്ല ഭംഗിയുള്ളൊരു ഹെയർ ബോ ആണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു യെല്ലോ കളറാണ്. എല്ലാ കളറിലും നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കി നോക്കാം. വീതി കൂടിയിട്ടുള്ള റിബൺ വേണമെന്നുള്ളൂ. അപ്പോൾ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ മുമ്പ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ട് നോക്കി നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ചാനലൊന്ന്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ പുതിയ ഐഡിയാസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.